Hi all, welcome to the free webinar weekly recharge session. നമുക്കിന്ന് സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, സെഷന്റെ ടൈറ്റിൽ എന്താ? ഇന്ന് എന്താ ടോപ്പിക് നമ്മൾ എടുക്കാൻ പോകുന്നേ? ആരാ പറയാ? ദുഃഖമില്ലാത്ത ജീവിതം. മാനസിക പിരിമുറുക്കമില്ലാത്ത സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ? അല്ലേ? പതിയെ എല്ലാവരും സ്ട്രെസ് ഉള്ളവരൊന്നും അല്ല, ഇപ്പോൾ എല്ലാവരും സ്ട്രെസ് ഉണ്ടായിട്ടൊന്നല്ല ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. എന്നാലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഹെൽപ്ഫുൾ ആകാനും അതേപോലെ തന്നെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരെയും വെബിനാറിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മാനസിക പിരിമുറുക്കമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ട് എന്ന് എപ്പോഴും നമുക്ക് തോന്നുക. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് എന്തോ ഒരു സ്ട്രെസ് പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെ എന്തോ ഒരു ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. തോന്നിയിട്ടുണ്ട് അല്ലെ? അതൊരു പ്രശ്നമൊന്നുമല്ല അല്ലെ? അങ്ങനെ സ്ട്രെസ് ആയിട്ട് എനിക്കും പലപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യാത്തവരോ ചെറിയ രീതിയിലെങ്കിലും അങ്ങനെ അല്ലാത്തവരൊന്നും ഉണ്ടാവില്ല. അത് ചിലപ്പോൾ നമുക്ക് എങ്ങനെയാ തോന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ചിലപ്പോൾ അത് ശരീരത്തിനായിരിക്കും എന്തോ ഒരു ഫീലിംഗ്, ഒരു ക്ഷീണൊക്കെ തോന്നാം. ചിലപ്പോൾ അത് നമുക്ക് മൈൻഡിന് ഒരു ക്ഷീണൊക്കെ തോന്നും. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഉഷാറില്ല. പിന്നെ വേറെന്താ, അങ്ങനെ സ്ട്രെസ് ആകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? ആരാ പറയാ? സ്ട്രെസ് ഉണ്ട് എന്നിട്ട് അപ്പൊ ചിലപ്പോ നമ്മൾ അങ്ങനെ സ്ട്രെസ് ഔട്ട് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോ മക്കള് പറയും ചിലപ്പോ ഉമ്മാന്റെ മൂഡ് ശരിയല്ല, അല്ലെ? ഇപ്പൊ ഉമ്മാനോട് ഇത് പോയി പറയണ്ട, ഉമ്മാന്റെ മൂഡ് ശരിയല്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോ പറയും ഇപ്പൊ ഉമ്മാന്റെ അടുത്തേക്കേ പോകേണ്ട, മൂഡ് ശരിയല്ല. അല്ല നമ്മൾ ചിലപ്പോ ഫാദറിനെ കുറിച്ച് ചിലപ്പോ നമ്മൾ പറയും അല്ലെ, ഉപ്പമാരെ കുറിച്ച് അല്ലെങ്കിൽ അച്ഛന്മാരെ കുറിച്ച് നമ്മൾ പറയും അപ്പൊ ആ ഏരിയയിലേക്കേ പോകണ്ട, മൂഡ് ശരിയല്ല. അപ്പൊ അങ്ങനെ പറയാന് നമുക്ക് തോന്നുന്ന എന്ത് ലക്ഷണങ്ങളാ നമ്മളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലോ കാണുന്നത്? നമ്മൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണുന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ മറ്റുള്ളവരിൽ അങ്ങനത്തെ എന്ത് ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ പറയാ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ ആ ഏരിയയിലേക്ക് പോണ്ടാന്ന് എപ്പോഴാണ് നമുക്ക് തോന്നുക? ചൂടാവും, പൊട്ടിത്തെറിക്കും. ആ, അടിപൊളി. പിന്നെ പൊട്ടിത്തെറിക്കുമ്പോ മാത്രമേ ആയിരിക്കൂല, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെ പ്രശ്നം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളെ പാർട്ട്ണറിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ, വേറെ ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ആ സ്ട്രെസ്സിന്റെ ലക്ഷണമായിട്ടുള്ളതാണ്, ആള് സ്ട്രെസ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. ഖദീജ ഗ്രൂപ്പിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ജസ്റ്റ് ആ ലിങ്ക് ഒന്നുകൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമോ? ഖദീജ ഇവിടെ ഇല്ലേ? ഖദീജ ഇവിടെ ആ ഉണ്ടോ? ഓക്കെ മാം. ആ, ഓക്കെ. അല്ലെങ്കിൽ ആൾക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. മാമിന്റെ സൗണ്ട് കുറവുണ്ടോ? എനിക്ക് മാത്രമേ ഉള്ളൂ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഓക്കെ ആണോ? എന്റെ സൗണ്ട് ഓടി? ഞാൻ വളരെ റിലാക്സ് ആയിട്ട് കാമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഓഡിബിൾ ആണോ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും? എങ്ങനെ? സൗണ്ട് ഉണ്ട്. ഓക്കെ ആണ്. സൗണ്ട് ഉണ്ട്. ആ, അപ്പൊ സാബര ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ആയിക്കോളൂ, എന്നിട്ട് ഒന്ന് നോക്കിട്ടോ ഓക്കെ ആണോ എന്നുള്ളത്. സെറ്റ്. അപ്പോ ഇപ്പൊ റസിത്ത ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോ പൊട്ടിത്തെറിക്കുമ്പോ അല്ലേ, ചിലപ്പോ അതില് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോ ദേഷ്യപ്പെടുമ്പോ നമ്മളാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും എന്തോ ഒരു സ്ട്രെസ് ഉണ്ട് എന്ന് പറയും. അതേപോലെ തന്നെ ചിലപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് തോട്ട്സ് വന്നിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം. അപ്പോഴും പറയും എനിക്ക് എന്തോ ഒരു സ്ട്രെസ് കാരണം എനിക്ക് എന്തിനു കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന, അല്ല നമ്മൾ സ്ട്രെസ് ആക്കുന്ന, അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഫാമിലിന്റെ കൂടെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ഒരു മൊമെന്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാണ്ടിരിക്കുക. ചെയ്യുന്ന കാര്യത്തിൽ വളരെ എൻഗേജ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമായിരിക്കും നമുക്ക് തന്നെ ചിലപ്പോൾ അല്ലെ? സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും അതിലൊരു ഫോക്കസ് കൊടുക്കാൻ പറ്റാതിരിക്കുക, ശ്രദ്ധ വേറെ എങ്ങോട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു കണക്ഷൻ ഫീൽ ചെയ്യാതിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ എന്താ നമുക്ക് പറയാ, ഇനിയിപ്പോ ഫാമിലിന്റെ കൂടെ ചില ആളുകൾക്ക് ട്രിപ്പ് പോയാൽ പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോ നമ്മൾ പറയുന്നില്ലേ, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് മൊബൈൽ കുറെ നേരം സ്ക്രോൾ ചെയ്ത് അവിടെയും കുറെ നേരം കഴിയുമ്പോൾ, കുറെ നേരം ചിലപ്പോൾ ഒന്നിലൊരു ഫോക്കസ് കൊടുക്കാൻ പറ്റാണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും, ഇതെല്ലാം ഒരാൾക്ക് ഉണ്ടാവണം എന്നൊന്നുമില്ല, ഇനി ഇല്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ശരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോ നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി സ്ട്രെസ്സിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതിനേക്കാളും
സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ തന്നെ ജീവിക്കേണ്ടി വരും നമ്മൾ. ചിലപ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ നമ്മളെ എനർജി കൊണ്ട് നമ്മൾ മാറ്റിക്കൊണ്ടുവന്നാലും പിന്നെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ സ്ട്രെസ് ഉള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷെ അതിലിങ്ങനെ മുങ്ങിപ്പോവാണ്ട് അതിൽ തന്നെ അല്ലേ, അതിൽ തന്നെ നമ്മളിങ്ങനെ നീന്തി കളിക്കാണ്ട് എവിടെ അറ്റം കിട്ടാതെ നീന്തി കളിക്കുന്നവരുണ്ടാവും, ഒരു അറ്റം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനേക്കാളും നമുക്ക് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതല്ലേ സ്ട്രെസ് ഉണ്ടായാലും അത് കുടുങ്ങിപ്പോകാതെ അതിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ സ്ട്രെസ് ഉണ്ടാകുന്ന ഫാക്ടേഴ്സിനെ മുഴുവൻ ചിലപ്പോൾ ഒഴിവാക്കാൻ ഇറ്റ് മെ നോട്ട് ബി പോസിബിൾ. അത് പറ്റുമോ? ഈ സ്ട്രെസ് ഫാക്ടേഴ്സിനെ കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതേസമയം ഈ സ്ട്രെസ് ഉണ്ടാക്കുന്ന എന്ത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ നിന്ന് പുറത്ത് കടക്കാനുള്ള, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സംഗതി നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഞാനിപ്പോ അതെ അവിടെ അതെ അല്ലേ, ഞാനിപ്പോ അവിടെ ഒരു ഗ്ലാസ് വെള്ളം അല്ലേ, ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. ഈ വെള്ളത്തിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, വെള്ളത്തിന് അത്ര ഒന്നും വെയിറ്റ് ഒന്നുമില്ല. ഉം പക്ഷേ എത്ര വെയിറ്റ് ഇല്ലെങ്കിലും ഞാനിത് ഇങ്ങനെ എനിക്കിതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായി ഈ ക്ലാസ്. ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഒരു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാല്. പക്ഷെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചെടുക്കുക, ഇതിങ്ങനെ പിടിച്ച് ഞാൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്യും, നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും, നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ വയ്യ, കൈ ഇങ്ങനെ എന്താ പറയാ, ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് അല്ലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഇങ്ങോട്ട് പിടിക്കട്ടെ, അങ്ങനെ കുറെ നേരം എവിടെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുമ്പോൾ എന്താ ഉണ്ടാകുക, ഇതിങ്ങനെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനതിങ്ങനെ എനിക്ക് നിലത്ത് വെക്കാതെ ഞാൻ ഇങ്ങനെ കൊണ്ടെടുക്കാം. എന്താ സംഭവിക്കുക? എന്റെ കൈ കടയോ? എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒന്ന് റെസ്പോൺസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഉണ്ട് എന്നോ ഒന്നില്ല ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അല്ലേ പറ്റുമോ? അപ്പൊ ഇല്ല ഇല്ല അത് മാം. ഇതിന് ഭയങ്കര ഭാരം ഉണ്ടായിട്ടാണോ? ഇതിന് ഒരുപാട് ഭാരം ഉണ്ടായിട്ടല്ല. ഉം മറിച്ച് തീർച്ച- ഞാനിത് പിടിക്കുന്നതിനനുസരിച്ച്, ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഒരു മിനിറ്റ് ഒന്നും പിടിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു മിനിറ്റ് പിടിച്ചാൽ പ്രശ്നമില്ല. എന്റെ വെയിറ്റ് എനിക്ക് മനസ്സിലാകും. ഞാൻ ഇത് വെള്ളമാണ്, ഞാൻ ഇങ്ങനെ പിടിക്കേണ്ട സംഗതി അല്ല, അതൊക്കെ പിടിച്ചു വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ അത് താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായി, ഫ്രീ ആയി. അപ്പൊ ആ ഒരു മണിക്കൂറൊക്കെ പിടിക്കുമ്പോൾ എൻ്റെ ഒരു മണിക്കൂറൊക്കെ പിടിച്ചാൽ കൈ വേദനിക്കും, നമ്മൾ ദിവസം മുഴുവൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തളരും. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഗതി ഇതുപോലെ തന്നെയാ. സ്ട്രെസ് എന്ന് പറഞ്ഞ സംഗതിയും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ സ്ട്രെസ് ഔട്ട് ആകുന്ന എന്തെല്ലാം സംഗതികൾ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ തകർക്കുന്നത് ഞാനിത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോ ഈ ഗ്ലാസ് എന്ന് പറയുന്നതല്ല എന്നെ തളർത്തുന്നത്. എന്റെ കയ്യിനിങ്ങനെ കടച്ചിങ്ങനെ വയ്യാന്നുള്ള ഫീലിംഗ് എനിക്ക് ഉണ്ടാക്കുന്നത് ഈ ഗ്ലാസ് അല്ല. പക്ഷെ ഈ ഗ്ലാസിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ ഈ പിടിച്ചു വെച്ച ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എന്നെ ഹേർട്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾക്കൊരു ഇന്റൻസിറ്റി ഉണ്ട്, പ്രശ്നങ്ങൾക്കൊരു ലെവൽ ഉണ്ട്, പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു പവറിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ പവർഫുൾ ആയ നമ്മളെ പവറിന്റെ അപ്പുറം അതിനെ ഉയർത്തി കൊണ്ടുപിടിച്ചിട്ട് അല്ലെ, ആ പ്രശ്നത്തെ വലുതാക്കിയിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ എത്ര നേരം നിങ്ങൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നതാണ് ശരിക്കും നമ്മളെ സ്ട്രെസ് ഔട്ട് ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ടയേർഡ് ആക്കുന്നത്. ടയേർഡ് ആകുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ടയേർഡ് ആകുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, എപ്പോഴും പ്രഷർ കുക്കർ പോലെയാന്ന് പറയാം, ഏത് സമയം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. കാരണം അതിനുള്ളിൽ ഇങ്ങനെ പ്രഷർ കൂടി കൂടി വരികയാണ്. ഈ സ്ട്രെസ് ഫാക്ടേഴ്സും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ സ്ട്രെസ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു അലാറം വർക്ക് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്ട്രെസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഒരു വയറ്റുന്നൊരു കാളിച്ച, അല്ലെങ്കിൽ എന്തോ ഒരു ശ്വാസം, ഒരു കിതപ്പ്, അല്ലെ ശ്വാസം കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം, ഒന്നുകൂടെ ബ്രീത്ത് ഒന്നുകൂടെ കൂടുതൽ എടുക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് അല്ലെ, നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സംഭവം, ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് ആവുന്ന സമയത്ത്. തലയ്ക്ക് ഭയങ്കര ഒരു വെയിറ്റ്, ഇതൊക്കെ തോന്നില്ലേ? അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് നമ്മളൊരു സർവൈവൽ ആയിട്ടുള്ള നമ്മളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നമുക്ക് തന്നെ ഒരു സൂചന തരികയാണ്, എന്തോ ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട്. ഇതൊരു അലാറാണ്. നമ്മുടെ ലിംബിക് ബ്രെയിൻ ഉണ്ട്,
നമ്മുടെ തിങ്കിങ് ബ്രെയിൻ ഉണ്ട്, ബ്രെയിനിന്റെ രണ്ട് പാർട്ട് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ സ്ട്രെസ് ഉള്ള ആളുകളിൽ അധികവും വർക്ക് ചെയ്യുന്നത് ഈ ലിംബിക് ബ്രെയിനാണ്. ഇതിന്റെ ഉള്ളിലൊരു അമിഗ്ഡാല എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്, ആ സാധനം. പക്ഷെ തിങ്കിങ് ബ്രെയിൻ ഉണ്ടല്ലോ, അടിപൊളി സൂപ്പറാ. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ വർക്കിങ്ങിലേക്ക് ഇപ്പൊ പോകാൻ നമുക്ക് കഴിയില്ല, കാരണം അതൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മളെ സെഷനിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ്, പിന്നെ എന്താ പറയാ, പെയ്ഡ് സെഷനിലൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ഇതൊരു അലാറം അടിക്കുമ്പോ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള അലാറം അടിക്കുമ്പോ നമ്മള് മനുഷ്യന്മാർ എന്താ ചെയ്യുക, പുറത്ത് കടക്കൂല. പകരം നമ്മൾ ആ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും നോക്കി, അങ്ങോട്ടിട്ട് ഇത് ഇങ്ങോട്ടിട്ട് അത് മറ്റിടത്തേക്കോട്ട്. എന്നാലും എന്തായിരിക്കും അങ്ങനെ, എന്നാലും ഇങ്ങനെ പറയേണ്ടിയിരുന്നോ, അല്ല അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ, അങ്ങനെ ചെയ്തെന്തിനായിരിക്കും, എന്നാലും എന്തായിരിക്കും, എന്നാലും എന്നോട്, ഇല്ലേ? ഇത് തിരിച്ചും മറിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്ട്രെസ് ആകുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, കോർട്ടിസോള്, അഡ്രിനാലിനൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ രക്ഷിക്കാൻ പുറത്തേക്ക് വരുന്ന ഹോർമോണാണ്. പക്ഷെ നമ്മൾ ഓരോ തവണ സിറ്റുവേഷൻസ് വരുമ്പോഴും ട്രിഗർ ആകുമ്പോഴും നമ്മളെ ഉള്ളിൽ നിന്ന് ഇത് നിരന്തരം ഒരാളുടെ ശരീരത്തിൽ നിന്ന് സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ, നിരന്തരം ഒരാളുടെ ശരീരത്തിൽ നിന്ന് സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ആവുക എന്ന് പറഞ്ഞാല് എന്താ ഉണ്ടാവുക? അത് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. ഇത് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഇവിടുന്ന് രക്ഷപ്പെടണം, ഇത് ശരിയല്ല, ഇത് നിനക്ക് അനുകൂലമല്ല എന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ്, നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു മെസ്സേജാ. ഒരു കാര്യം ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി, ഒരാൾ നിങ്ങളോട് ശരിക്കും ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഷൗട്ട് ചെയ്തു, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ട്രിഗറിങ് ഉള്ളതുകൊണ്ട് അയാൾ ഷൗട്ട് ചെയ്തു. ആ ഷൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് മീനിങ് കൊടുക്കുക. അയാൾക്ക് അയാൾ ഷൗട്ട് ചെയ്ത് അയാളെ പ്രശ്നം കൊണ്ടാ, നമ്മളെ പ്രശ്നം കൊണ്ടല്ല. നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാ, എനിക്ക് എന്തോ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ എന്റെ എന്തോ പ്രോബ്ലം കൊണ്ടാണ് എന്ന് നമ്മളങ്ങ് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ സ്ട്രെസ്സായി, അല്ലേ? അപ്പൊ നമ്മൾ അതിനോട് എന്ത് റെസ്പോൺസ് കൊടുക്കുന്നു, എന്ത് അർത്ഥം നമ്മൾ കൊടുക്കുന്നു എന്നത് സംഭവമല്ല ഒരിക്കലും. ആ ഇവന്റിന് നമ്മൾ എന്ത് മീനിങ് കൊടുക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ സ്ട്രെസ് ഔട്ട് ആവുന്നതിന്റെ ലെവല് വരുന്നത്. അതേസമയം അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാൾക്ക് എന്തോ ഒരു ട്രിഗർ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ആ സമയത്ത് പറയൂല. ചിലപ്പോൾ അയാൾ അറിയുന്ന ഞാനല്ലല്ലോ, എനിക്കറിയാലോ. അവിടെ പലപ്പോഴും നിങ്ങൾ അറിയില്ല, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. ചിലപ്പോ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു മറ്റുള്ളവരെന്താണോ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണോ നമ്മൾ പറഞ്ഞേ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതാണോ നമ്മൾ? ഇല്ല ഇല്ല ഇനി ഇല്ല ഇല്ല നമ്മളും നമ്മളെ കുറിച്ച് ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല, പലപ്പോഴും ചിന്തിക്കുന്നതും അല്ല. നമ്മൾ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു നമ്മളുണ്ട്. അതിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ട് മറ്റുള്ളവര് അങ്ങനെ പറയുമ്പോ യെസ് അതാണ് ഞാനെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ട്രെസ് ആകും. അപ്പൊ ഇത്തരത്തിലുള്ള, ശരിക്കും പറഞ്ഞാൽ മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു അസുഖം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ല. അതേസമയം ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ സ്ട്രെസ് ആക്കുന്ന കാര്യങ്ങള്, അല്ലെ, അതിനെ ഞാൻ എന്നെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് ഒരു സാധാരണ ഒരു നോർമൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചും ആ സ്ട്രെസ്ഫുൾ ആകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാന് ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണോ, അല്ലെ, നമ്മൾ റിയാക്റ്റീവ് മോഡിലേക്ക് പോവാതെ എടുത്തു ചാടി ഇനി നമുക്ക് തന്നെ തോന്നും അങ്ങനെ പറയണ്ടായിരുന്നു എന്നും, അത് ചെയ്യാണ്ട് ഒന്ന് സൈലന്റ് ആയിട്ട്, ഒന്ന് പോസ് ചെയ്ത്, ഒന്ന് കാമായിട്ട് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു മറുപടി കാമാണെങ്കിൽ ഒരു പക്ഷെ ആ പ്രശ്നം പോലും അവിടെ കംപ്ലീറ്റ്ലി പരിഹരിക്കപ്പെടും. വലിയ കൊടുങ്കാറ്റായി വന്ന ആള് പോലും ചിലപ്പോൾ നമ്മുടെ കാംനെസ് കൊണ്ട്, നമ്മുടെ സൈലൻസ് കൊണ്ട്, പക്ഷെ നമുക്കറിയില്ല നമുക്കും ട്രിഗർ ഉണ്ട്, നമ്മളും ട്രിഗേർഡ് ആകും. നമ്മൾ അതിന് പെട്ടെന്ന് മീനിങ് കൊടുക്കുക, എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണ്, അല്ലെ എന്നോട് ദേഷ്യം ഉള്ളതുകൊണ്ടാണ്. സത്യല്ലേ? അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ നിരന്തരം ആ ഒരു ആരോഗ്യം, ആ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ റിയാക്റ്റീവ്, ഒരാൾ എപ്പോഴാണോ റിയാക്ട് ചെയ്യാണ്ട് റെസ്പോൺസ് ചെയ്യാനുള്ള രീതിയിലേക്ക് അയാൾ മാറുന്നത്, ആ സമയത്താണ് ഒരാൾ നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും. ഒന്ന് നിങ്ങളെ ഹെൽത്തിന്റെ ലെവൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും.
ഇത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ അസുഖം, എനിക്ക് മേല് വേദന ഉണ്ടോ, കൈ വേദന ഉണ്ടോ, കാല് വേദന ഉണ്ടോ, എനിക്ക് ഓവർ ഡിസിഷൻ ഉണ്ടോ, നമ്മൾ ഹീലായി എന്നുള്ളത് പോലും മനസ്സിലാക്കപ്പെടാ എന്റെ ഹീലിംഗ് ലെവല് വർദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹീലിംഗ് സ്കെയില് കൂടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ പറയും മനുഷ്യന്മാരല്ലേ, പക്ഷെ അവിടെയൊക്കെ ആണെങ്കിലും നമ്മുടെ സറണ്ടറൻസ് ലെവലും ആ ഒരു അൾട്ടിമേറ്റ് ഫെയ്ത്തും, അല്ലേ, നമ്മൾ ആ റെസ്പോൺസ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കുക, നിങ്ങൾ എത്രത്തോളം ഉണ്ട് എൻ്റെ റെസ്പോൺസീവ് ലെവല്. അതാണ് അവിടെ അത് ഉള്ളപ്പോഴാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നത്, അവിടെ നമ്മൾ എത്തുമ്പോൾ ആ റെസ്പോൺസ് ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹെൽത്തി ആണ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇന്ന് ലോകത്ത് നമുക്ക് നൂറ് കണക്കിന്, അല്ലെങ്കിൽ നൂറ്, എന്താ പറയാ, ദശലക്ഷം മില്യൺസ് ഒക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൻസൈറ്റി അല്ലെങ്കിൽ എന്താ പറയാ ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതിന് കാരണങ്ങളുണ്ട്, ചെറിയ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ജോലി സംബന്ധമായതുണ്ടാവും, ഫാമിലിയിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ ഒരു കുട്ടികളുമായുള്ള പ്രശ്നം, കുട്ടികളൊന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ ഒരു സംഗതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത പാരൻസാണ്. പാരൻസിന് അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല, ഇവരെങ്ങനെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണം ഇവരെ. ഇത് എല്ലാ നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ ജീവിച്ച കാലഘട്ടത്തിലുള്ളതിനേക്കാളും ഹൈ പൊട്ടൻഷ്യൽ ഉള്ള, അല്ലേ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്, അല്ലേ. നമ്മൾ പറയും ജെൻസി ഒന്നിനും പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തന്നൊക്കെ പറയുമ്പോഴും, അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള, കഴിവുള്ള, നമ്മൾ ഈ തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള മക്കളാണ്. പക്ഷെ അവര് മതി ശരിക്കും നമ്മളെ ഒരു അസറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ പറയും നമ്മളെ നോക്കാനുള്ള മക്കൾ നമ്മൾ നോക്കാം, പക്ഷെ അവര് നമ്മൾ പറയണം എന്നൊന്നുമില്ല, അവർക്ക് അതിന് കഴിയും. പക്ഷെ അവരെ ചില, എന്താ പറയാ, ഡയറക്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട്. കാരണം അവരെന്ന് നമ്മളെ കാണുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പുറത്തുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും അറിയാണ്ട് നമ്മൾ ഈ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെന്ത് പൊട്ടന്മാരാ, നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും. സത്യല്ലേ, നമുക്ക് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആകും. നമ്മൾ പറയും, ഓ, ഇപ്പോഴത്തെ മക്കള് ഇപ്പോഴത്തെ മക്കളൊരു കാര്യം എന്ന് പറയും, ശരിക്ക് അവിടുന്ന് ചിന്തിക്കുന്നത്, ഉമ്മക്കൊരു വിവരം വെച്ചിരുന്നെങ്കിൽ പഠിച്ചോനെ, ഉമ്മക്കൊരു ലോകത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നമ്മളെ വിചാരിക്കും ഇപ്പുറത്ത് നിന്നിട്ട്, ഓ എന്റെ മോന് പഠിച്ചോനെ എപ്പോഴാ ബുദ്ധി ഉണ്ടാകല്ല, ഒന്ന് നന്നായി കിട്ടിയില്ലെങ്കിൽ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്, ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിലേക്ക് നമ്മൾ കയറിയിട്ടില്ല, അതിലേക്ക് കയറാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. നമ്മളിപ്പോഴും ആ പണ്ട് പോകുന്ന അറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കാണാം. കുട്ടി അങ്ങ് കടന്നു പോയിട്ടുണ്ട്. കുട്ടി അവിടെ നമ്മൾ തന്നെ, എന്റെ കുട്ടി എന്നെ പോലെ ആകരുതെന്ന് വിചാരിച്ച് അങ്ങ് കടത്തി വിട്ടിട്ടുണ്ട് കുട്ടീനെ, എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് പുറകോട്ട് വലിക്കുക. എന്തൊരു വിഡ്ഢിത്തം, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ആ കടത്തി വിട്ട നമ്മൾ തന്നെ പുറകിൽ നിന്നിട്ട് ഈ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വലിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, എല്ലാ കേസിലും അല്ലട്ടോ, ഇതിലൊക്കെ സ്പെഷ്യൽ കേസും എക്സെപ്ഷണൽ കേസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ സ്ട്രെസ്സിലേക്ക് തിരിച്ചു വരാം കേട്ടോ, പെട്ടെന്ന് പാരന്റിങ്ങിലേക്ക് പോയി ഇങ്ങനെ ഉയർന്ന നിലയിൽ ഈ സ്ട്രെസ്, ഈ നിരന്തരം ഈ കോർട്ടിസോൾ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ നോക്കുക. നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമുക്ക് ഫോക്കസിനെ ബാധിക്കും, നമ്മുടെ ഓർമ്മശക്തിനെ ബാധിക്കും, അല്ലേ. ആ, ഒരു സെക്കൻഡ്. അപ്പൊ ഇതിനൊക്കെ നമ്മളെ എല്ലാ കാര്യങ്ങളും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ട്രെസ് നമ്മളെ ബോഡിയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നൊന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളൊന്ന് നോക്കുക. ഫിസിക്കൽ ബോഡിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ, ഫിസിക്കൽ ബോഡിയിൽ തലവേദന, ഒട്ടുമാറാത്ത തലവേദന, കഴുത്ത് വേദന, ബാക്ക് പെയിന്, ഞാൻ നേരത്തെ പറഞ്ഞ ഉറക്കക്കുറവ്, ഈ ഒരു അസിഡിറ്റി എന്ന് പോലെയുള്ള സംഭവങ്ങൾ, എല്ലാ സ്ട്രെസ് കൊണ്ടാണ് എന്ന ഒരു ജനറലൈസേഷനിൽ ഞാൻ എത്തുന്നില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരിക്കലും വന്ന് പെട്ടാ പിന്നെ വന്നാലും സ്ട്രെസ്സായി, അസുഖം വന്നാൽ. അതേസമയം നമ്മൾ ഒരുപാട് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വന്നിട്ട് പോലും ആ മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് അതിൽ നിന്നൊക്കെ റിക്കവേർഡ് ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേസമയം ചെറിയൊരു അസുഖം വന്നതാ, അത് പിന്നീട് വളർന്ന് ക്യാൻസർ ആയി മാറിയതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇത് നമ്മൾ തന്നെയാണ്, നമ്മളാണ് നമ്മുടെ വിധിയുടെ
അല്ലെ? വിധി ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും പടച്ചോനല്ലേ? അതെ, പടച്ചോനാണ് വിധിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ വിധിച്ചോന്ന് പറയാ പടച്ചോനോട്. അപ്പൊ പടച്ചോന്ന് വിധിച്ചു തരാം നമുക്ക്. നമ്മള് പറയാണ് എനിക്ക് ഈ രോഗം 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 ഭയമുള്ളവരുണ്ട്. അതിങ്ങനെ നിരന്തരം ഒരു പ്രയർ പോലെ എനിക്ക് അസുഖം എനിക്ക് അസുഖം എനിക്ക് അസുഖം. എന്നാ പിന്നെ പടച്ചോൻ അവിടെ വിധിച്ചോ, ആയിക്കോട്ടെ, അസുഖം എനിക്ക് അസുഖം. അല്ലേ? ഇപ്പൊ അങ്ങനത്തെ കുറേ അവിടെയാണ് ചെറിയൊരു സംഗതി വന്നിട്ട് അത് വലിയ പ്രശ്നമായിട്ട്, അല്ലെ? ചെറിയൊരു സാമ്പത്തിക പ്രശ്നം. കഴിഞ്ഞ ദിവസം എന്നെ കണക്ട് ചെയ്ത ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടത്ത് തുടങ്ങിയതാ. പിന്നീട് അത് വലിയൊരു കടായിട്ട് മാറി. കടം കടം കടം. അതിങ്ങനെ ഒരു ദിക്റ് പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കടണ്ട് 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 കടണ്ട്. അപ്പൊ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വേർ യുവർ അറ്റൻഷൻ ഗോസ് ദർ യുവർ എനർജി ഫ്ലോസ്. എവിടെയാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത്, അല്ലെ? എന്നും ഈ രോഗമുള്ള ആളുകൾ, ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളടുത്ത് പോയി കഴിഞ്ഞാല് ഈ അസുഖത്തിന്റെ കഥകള് ഇതല്ലാണ്ട് പറയാനുണ്ടാവൂല. ഇപ്പൊ മരുന്നൊക്കെ കാണിച്ച് എത്ര അധികം മരുന്ന് കുടിക്കേണ്ടി, അത് ആ വേദന ഈ വേദന, അപ്പൊ തന്നെ ഓലെ ഫീലിംഗ് അങ്ങോട്ട് പോയി. ആ ഒരു കംപ്ലീറ്റ് ബോഡിനെ വീണ്ടും വീണ്ടും അത് അനുഭവിപ്പിച്ചുകൊണ്ടാണ് അത് പറയാം. അതൊരു ഭയങ്കര സംഭവമായിട്ട് പറയുന്നവരൊക്കെ ഉണ്ട്. ഞാനീ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകള് നമ്മളെ എന്താ മുടി കൊഴിയിലുണ്ടാവുക, മുടി കൊഴിച്ചിലൊക്കെ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവും കേട്ടോ. മറ്റു പല കാരണങ്ങളുണ്ട്, വൈറ്റമിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി നിരന്തരം നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉണ്ടാവാത്ത എന്തുകൊണ്ടാ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, അല്ല, എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്. അപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസി എനിക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ എല്ലാം പച്ചക്കറി കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ അത് കഴിക്കുന്നുണ്ടല്ലോ, ഇത് കഴിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരാൾക്ക്? ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറയൂലേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്ത ആക്കാ ഈ അസുഖം വന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിയന്ത്രിച്ച് ഫുഡൊക്കെ നല്ല, എന്നാലും അയാൾക്ക് എന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം എന്ന് ചിന്തിച്ചിട്ടില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവൂലേ അങ്ങനെ വന്ന അസുഖം വന്ന് മരിക്കുന്നവരെ കുറിച്ചിട്ട്? എന്നാൽ അയാൾക്ക് അങ്ങനെ വരേണ്ട ഒരു ചാൻസും ഇല്ല, കാരണം അത്രയും ചിട്ടയായിട്ടുള്ള. പക്ഷെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ, ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ, ശരീരത്തിന് ഇത് അബ്സോർബ് ചെയ്തെടുക്കണ്ടേ? അത് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ബോഡി, പാവം ശരീരം എന്തൊക്കെ പണിയെടുക്കുന്നുണ്ട് നിങ്ങൾ അറിയോ? നിങ്ങൾ പുറത്തെടുക്കുന്നതിനൊക്കെ, ഞാൻ ചെയ്ത് 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 തളർന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ പുറത്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾ അകത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നിങ്ങൾ ഈ കഴിച്ച ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് ബ്ലഡിലേക്കും അങ്ങോട്ടൊക്കെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. നമ്മൾ അപ്പുറത്തേക്ക് പെട്ടെന്നൊരു സ്ട്രെസ്സായി, കോർട്ടിസോൾ ഉണ്ടായി, അല്ലെ അഡ്രിനാലിൻ ഉണ്ടായി. അത് അവിടെ ആ ഒരു കെമിക്കൽ ഇക്വേഷൻസിൽ അപ്പൊ മാറ്റം വരാം. ബോഡിയിൽ ഓൾറെഡി പ്രവർത്തിക്കേണ്ട കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്. ഒരു കെമിക്കൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ആവണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോൺസിനും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാകുമ്പോഴാണ് എത്ര മുട്ട കഴിച്ചിട്ടും, എത്ര പാല് കുടിച്ചിട്ടും, അല്ലെ എത്ര വെജിറ്റബിൾസ് കഴിച്ചിട്ടും, എത്ര ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടും, എത്ര എക്സസൈസ് ചെയ്തിട്ടും എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്. അവിടെ ശരീരത്തിന് ഇത് അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് അവിടെ ചെയ്യേണ്ട പണി ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ പണി കൊടുക്കുക. അപ്പത്തേക്ക് നമ്മൾ ഈ തലച്ചോറിനെ നമ്മൾ പ്രവർത്തിപ്പിച്ച് ഇവിടെ കോർട്ടിസോളായി, അഡ്രിനാലിനായി, ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യേണ്ടടുത്ത് വേറെ ആര് പോയി വർക്ക് ചെയ്യാണ്? മറ്റേ ലിംബിക് ബ്രെയിൻ പോയിട്ട് വർക്ക് ചെയ്യുക, തിങ്കിങ് ബ്രെയിന് പകരം ക്രിട്ടിക്കൽ മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് നിങ്ങൾ മൈൻഡ് പവർ മാത്രം പഠിച്ചാൽ പോരാ. മൈൻഡ് പവറിന് അപ്പുറത്തേക്ക് ഒരു ബ്രെയിൻ പവർ പഠിക്കാനുണ്ട്. ഇതിന്റെ ഫങ്ഷനിങ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇതുകൊണ്ടല്ലേ ഇങ്ങനെ. നമുക്ക് ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കും നമ്മൾ റിയലൈസേഷൻ, നമ്മൾ ഒന്നും അറിയാണ്ട്, റീസൺ അറിയാണ്ട്, നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിലൊക്കെ നമ്മൾ ആ റീസൺ ഇത് അതിന്റെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു സയന്റിഫിക് സൈഡും കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, ഫോർഗിവ്നെസ് എന്താണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഹീലിംഗ് എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതൊന്നും അറിയാണ്ടേ നമ്മൾ ഇങ്ങനെ അഫർമേഷൻസ് പറഞ്ഞ് വർക്ക് ചെയ്യുന്നില്ല, ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നില്ല, പിന്നെന്താ പറയാ, ഫുഡ് കഴിക്കുന്നതിന് വർക്ക് ചെയ്യുന്നില്ല, എക്സസൈസ് അതുണ്ട്, അത് നല്ലോണം ഉണ്ട്, അതും ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ്ങോ എല്ലാം ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻസ്. ഇമോഷൻസ് മക്കൾ ചില്ലറ സാധനമല്ല ഇമോഷൻ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഇമോഷൻ മതി അയാളെ തളർത്താനും വളർത്താനും. ഒരാളുടെ ഇമോഷൻ മാത്രം മതി ഒരാളെ തളർത്താനും. ഞാനൊരു ഇമോഷണൽ വെൽനെസ് കോച്ചും കൂടിയാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു ഒരു കുട്ടി, ഒരു മോളാണ്. പിന്നെ ആ മോൾക്ക് ആദ്യം എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ, ഫസ്റ്റ് സിറ്റിങ്ങിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല അതിൽ കുറച്ച് കാര്യങ്ങളൊന്നും സത്യമല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാം കേട്ട് ഇങ്ങനെ കുറെ കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ സിറ്റിങ്ങിലാണ് പറയുന്നത്, ശരിക്കുള്ള കഥ പറയുന്നത്.
രണ്ടാമത്തെ സിറ്റിങ്ങിലാണ് ശരിക്കുള്ള സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതാ ഇന്നലെ അങ്ങനെയൊക്കെ അത് ഇന്നലെ ഞാൻ പിന്നെ മാമിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെയാണ് എനിക്കൊരു ഉറപ്പായത് മാമിൻ്റെ അടുത്ത് പറയാം എന്നൊരു ഫീലിംഗ്, എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയപ്പോഴാണ്. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ആ ഇമോഷണൽ കണക്ഷൻ കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് വീണ്ടും മാമിൻ്റെ അടുത്ത് ഫുള്ള് തുറന്നു പറയാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇമോഷൻ എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല. നമ്മുടെ ഇമോഷൻസിന് ഈ സ്ട്രെസ് ആകുമ്പോൾ സംഭവിക്കുന്ന സംഗതി എന്താണ്? അവിടെയാണ് നമ്മുടെ ശരീര ക്ഷീണം, നമ്മുടെ മെമ്മറി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കിതിനെ നിയന്ത്രിക്കണ്ടേ? സ്ട്രെസ് ഫാക്ടേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മുടെ ഹസ്ബൻഡ് നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ, നമ്മുടെ വൈഫ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ, നമ്മുടെ മക്കൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ആളാകുമ്പോൾ നമ്മൾ അവരെങ്ങനെ നന്നാക്കാൻ പോവുക? അവരെങ്ങനെ നന്നാക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു വർക്കിംഗ് ഉണ്ടല്ലോ, ഈ വർക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തൊരു അടിപൊളിയായിരിക്കും. ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവരും കൂടെ നന്നാവൂലേ? നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലേ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയോ? പറ്റുമല്ലേ? പറ്റും. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റം പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക ഇമോഷണൽ സ്റ്റേറ്റിലും ഉണ്ട്. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന പോലെ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക, എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ട് പേടിയാ, പലപ്പോഴും നമുക്ക് പേടി വരിക, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ടാവുക, നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവുക, ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല, അങ്ങനത്തെ സംഗതികൾ പറയാ, സെൽഫ് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, സ്ട്രെസ്സിന്റെ ഒരു യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ, അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സംഭവങ്ങൾ മാത്രമല്ല, അത് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിനെ ശ്രദ്ധിക്കണേ, പുറത്തുള്ള കാര്യങ്ങളെക്കാൾ അത് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ, അല്ലെ അതിനെ നമ്മൾ നിയന്ത്രിക്കാനാവാത്തതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കലും, അതോടൊപ്പം തന്നെ നിയന്ത്രിക്കേണ്ടതിനെ നമ്മളിപ്പോ പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ ഒരു മഴ പെയ്യാം, നമ്മൾ മഴ പെയ്യണ്ടെന്ന് വിചാരിച്ച സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, അല്ലെ പുറത്തേക്ക് ഇറങ്ങാണ്, ആ സമയത്ത് ഒരു മഴ പെയ്യുമ്പോ മഴ എന്ന് പറയുന്നതിനെ നിങ്ങൾ ഇനി എന്ത് കളി കളിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുമോ? വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പോട്ടെ, നിയന്ത്രിക്കാൻ പറ്റുന്ന പറ്റാത്ത കുറെ സാധനങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ പോട്ടെ, ഇത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ നിങ്ങൾ സ്ട്രെസ് ആവാന്ന് പറഞ്ഞാല്, ഇത് നനഞ്ഞു പോയി അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് ആവുന്നവരുണ്ടാവോ, നശിച്ച മഴ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? അക്സെപ്റ്റ് ചെയ്യുക. നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? എന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ സ്ട്രെസ് ഔട്ടോ? ഇതൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ സ്ട്രെസ് ഔട്ട് ആവും. ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഞങ്ങളല്ലേ നിയന്ത്രിക്കേണ്ട ഞങ്ങൾ. താങ്ക് യു. എന്റെ സ്ട്രെസ് പോയി. നിയന്ത്രിക്കേണ്ടത് നമ്മളെയാണ്. എന്നെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് എന്താവുന്നത്, ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് നമുക്ക് ഫോക്കസ് കിട്ടായ, ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ പോലും അബ്സോർബ് ചെയ്തെടുക്കാൻ, നമ്മുടെ ശ്വസനത്തെ പോലും നമുക്ക് ഒരുപാട് എന്താ ഫിസിക്കൽ ബോഡിയിൽ പ്രാണമയ കോശം, അന്നമയ കോശം എന്നൊക്കെ പറഞ്ഞ കുറെ സംഗതികളൊക്കെ ഉണ്ട്. അവിടെ നമ്മളെ പ്രാണവായു പോലും നമ്മളെ ശരീരത്തിൽ എത്തേണ്ട ഒരു രീതി ഉണ്ട്. നമ്മളെ പ്രാണവായു ഇല്ലേ, ശ്വാസം എന്ന് പറയുന്ന സംഗതി ഇല്ലേ, ഇതിന് പോലും ഒരു താളുണ്ട്. ആ താളത്തിൽ എത്തുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതും, അല്ലേ? അതിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ട ആളുകൾ വേറെ പണിയെടുക്കുക. വേറെ പണി എന്ത്? നമ്മൾ സ്ട്രെസ് കാരണം നമ്മളെ ബോഡിക്ക് കൊടുത്ത കുറേ കോർട്ടിസോൾ ഉണ്ട്, കുറേ അഡ്രിനാലിൻ ഉണ്ട്. ഇതിനെന്തൊക്കെയോ ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട പണി ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് ഒരു സെൽഫ് ഹീലിംഗ് മെക്കാനിസം ഉണ്ട്. ശരീരത്തിൽ നമ്മൾ രാത്രി നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം രാത്രി ഒരു കൃത്യസമയത്ത് കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു സെൽഫ് ഹീലിംഗ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കൂല അങ്ങനെ ഹീൽ ആവണ്ടേക്ക്. ഞാനിങ്ങനെ എന്തൊക്കെയോ ഞാൻ എൻ്റെ ഉറക്കൊഴിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആവശ്യത്തിന് ആ ഹോർമോൺസ് ഒക്കെ ബോഡിയിൽ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പൊ പിന്നെ പാവം ബോഡിക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണ്ടേ മറ്റേലേക്ക് പോകാന്? ഈ സെൽഫ് ഹീലിംഗ് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യണമെങ്കിൽ അത് കിട്ടണ്ടേ? അതിന് പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല. ആര് സമ്മതിക്കുന്നില്ല?
ആരാ സമ്മതിക്കാത്തത്? ഞാനാ? അല്ല നിങ്ങളെ കെട്ടിയോനാ? അല്ല കെട്ടിയോളാ? അല്ലെ മക്കളാ? സ്വയം നമ്മൾ തന്നെ. ശരീരം അനുവദിക്കുന്നു. ശരീരത്തിന് നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ചില വാശികൾ നമുക്ക് നിയന്ത്രിക്കാനാവാത്തതിനെ നിയന്ത്രിക്കണം, നമ്മളങ്ങ് വാശി പിടിക്കാം. പിന്നെ എല്ലാരെയും സന്തോഷിപ്പിക്കണം, എല്ലാരെയും പ്രീതിപ്പെടുത്തി, എല്ലാവർക്കും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ് അതിന് ഞാൻ അവരൊക്കെ പറയുന്നൊക്കെ കേട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ എന്നെ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്ത്, അല്ലെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് അമിതമായ പ്രതീക്ഷകൾ ലൈഫിൽ കൊണ്ട്, അല്ലെ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഒരു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ബാഗ് ഇങ്ങനെ ആ ഒരു ബാഗ് അല്ലേ ബാക്കിൽ ഇങ്ങനെ വലിക്കാനാവാഞ്ഞിട്ട്, ഞാൻ നേരത്തെ ഗ്ലാസിനെ കുറിച്ച് പറഞ്ഞ പോലെ. പിന്നെ ആവശ്യമില്ലാത്ത തെറ്റുകളൊന്നും പറ്റാത്തവരില്ല. ഒരു സെക്കൻഡ്. അപ്പൊ തെറ്റുകൾ പറ്റിയിട്ടും പറ്റിയാലും ആ ഒരു ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം, പിന്നെ ഭാവിയെക്കുറിച്ച് എന്താ, എല്ലാ സമയത്തും എന്താ നമ്മൾ നമ്മളെ പോലെ അറിയാവുന്ന നമ്മുടെ പാർട്ട്നേഴ്സിനും മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ചോദിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണടച്ച്, നിങ്ങളൊരു ഒരു പ്രോസസ്സൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആക്കുന്ന ഒരു സംഗതി ഇവിടെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം എന്നൊന്നുമില്ല, ഈ ഇതിൽ എഴുതണം എന്നുമില്ല, നിങ്ങളെ മൈൻഡിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആക്കുന്ന ഒരു സംഗതി എന്താ? മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ ഒരു സംഗതി. എന്നിട്ട് കണ്ണ് തുറന്നോളൂ. കിട്ടിയെങ്കിൽ കണ്ണ് തുറന്നു. കിട്ടിയോ? ഒരു സംഗതി കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടിയെങ്കിൽ യെസ് എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. കിട്ടി. കിട്ടി, അടിപൊളി. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രണത്തിലുള്ളതാണോ? അല്ല. അല്ല. ഇവിടെയാണ്, ഇതാണ് ഈ ഒരു റിയലൈസേഷൻ ആദ്യം വേണ്ടത്. ഇത് എന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അവിടെ നമ്മൾ എന്റെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പിന്നെ എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? അതിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണണം, അതിനെ ഞാൻ ഏത് പെർസ്പെക്റ്റീവിൽ എടുക്കണം, ഏത് ആംഗിളിൽ ഞാൻ അതിനെ എടുക്കണം, അതല്ലേ. അപ്പൊ സ്ട്രെസ്സിന് ജസ്റ്റ് ഒരു ഫോർമുല ഉണ്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ. പക്ഷെ ഇതൊന്നും ഒറ്റയടിക്ക് വർക്കൗട്ട് ആവൂല. എന്നാലും കുറച്ച് അവയർനെസ്സും കുറച്ച് ഇങ്ങനത്തെ സെഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് വർക്കൗട്ട് ആവും. പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനത്തെ ഒരു സംഗതിയിലൂടെ കടന്നു പോയവർക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം, സ്റ്റോപ്പ് എന്നാൽ സംഗതിയോട് സ്റ്റോപ്പ് പറയലല്ല. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഒരു തോട്ട് ഉണ്ടല്ലോ, ആ ചിന്ത വരുമ്പോൾ ആ ചിന്തയെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. തൽക്കാലം എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാണ്. ചിന്തയെ തൽക്കാലം ഒന്ന് ചിന്ത വരുന്നുണ്ടല്ലേ, ഇങ്ങനൊരു പ്രശ്നം, ഞാൻ ഇങ്ങനെയാണല്ലേ, എന്നെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്റെ ചിന്ത എന്താണ്? ഞാൻ ചിന്തിക്കുന്നത് മൂപ്പര അല്ലെങ്കിലും അങ്ങനെയാണ്, ഞാനത് എങ്ങനെ സഹിക്കും, ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ എസ് സ്റ്റോപ്പാണ്. ടി എന്ന് പറയുന്നത് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുന്നത്. ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, കുറച്ച് ഡീപ് ബ്രീത്ത് ഇങ്ങനെ എടുത്തു പോവുക. എന്നിട്ട് നിങ്ങളുടെ തോട്ടിനെ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, തോട്ടിനെ ഒന്നും ഒബ്സർവ് ചെയ്യാം. ദെൻ ആ ചിന്ത നല്ലതാണോ, ഈ ചിന്ത അല്ലെങ്കിൽ ആ സംഗതി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ, ആ ഒരു അവയർനെസ് നിങ്ങൾ കൊണ്ടുവരണം. ദെൻ നിങ്ങൾ അതിന് എന്ത് ഹീലിംഗ് ഹാബിറ്റ് ആണോ, അവിടെ ഞാൻ ചിലപ്പോ എന്ത് ആക്ഷനാ എടുക്കുക, ഞാൻ പൊട്ടിത്തെറിച്ചാൽ ഇത് മാറോ, ഞാൻ വഴക്ക് പറഞ്ഞാൽ ഇത് മാറോ, ഞാൻ കോൺഷ്യസ് ആയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇതിൽ മാറുമോ? അപ്പൊ അവിടെ ഞാൻ എടുക്കേണ്ട ആ സിറ്റുവേഷൻ, നമുക്ക് എല്ലാ അങ്ങനെ പറയാൻ കഴിയില്ല, ഏത് സിറ്റുവേഷൻ ആണോ അതിനനുസരിച്ച്. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സ്റ്റോപ്പിലേക്കും ഡീപ് ബ്രീത്തിലേക്കും നമ്മൾ പോകണമെങ്കിൽ ഇതൊക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞൊക്കെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എറിഞ്ഞ് പൊട്ടിക്കാനുള്ളൊക്കെ പൊട്ടിച്ചിട്ടൊരു അന്നപ്പോ ഒരു ശ്വാസം എടുക്കും. ശരിയല്ലേ? സത്യല്ലേ? അപ്പത്തേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ശ്വാസം ആദ്യം എടുക്കണം. ഈ ശ്വാസം ആദ്യം എടുക്കാൻ പറ്റണമെങ്കിൽ ഇനി ഞാൻ പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളാം. കുറച്ച് കാര്യം, രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഒരു നോർമൽ സ്ട്രെസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, അത്യാവശ്യം സ്ട്രെസ് കാര്യം എല്ലാവരുടെയും കാര്യമല്ല,
നമ്മൾ ഈ ഉറക്കിന്റെ സമയമൊക്കെ പറയുമ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടാകും ആളുകൾക്കനുസരിച്ചിട്ട്. ഇപ്പോ ഈ അധികം സ്ട്രെസ് ആവുന്നുണ്ട്, ഓവർ തിങ്കിങ് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ആളുകള് അവർക്ക് ഡോക്ടേഴ്സ് അധികവും കൊടുക്കുന്ന എന്താ, സ്ലീപ്പിംഗ് പിൽസാ കൊടുക്കുക, ഉറക്കത്തിനുള്ള ഗുളികയാ കൊടുക്കുക. കാരണം അങ്ങനെയുള്ള ഒരാള് സ്ട്രെസ് വന്നിട്ട് വരുന്നവരെ കാത്തിക്കണ്ട. നിങ്ങളിപ്പോ ഏത് സ്റ്റേജിലാണോ, നിങ്ങളുടെ 7 മണിക്കൂർ, ഒരു 7 മണിക്കൂർ ഒരു വ്യക്തിക്ക് ഉറക്കം വേണം. അതേസമയം ലൈഫിൽ വളരെ സ്മൂത്ത് ആയിട്ട് എന്തിനേയും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് അത് വേണമെന്നില്ല. ഇറ്റ് വേരീസ്. ഇപ്പൊ നിങ്ങൾ പലയിടത്തും പല കണക്കായിരിക്കും ഉറക്കത്തിന്റെ കണക്ക് കേൾക്കുക. ചില ആര് പറയുന്നുണ്ടാവും നല്ലോണാണ് 2 മണിക്കൂർ ഉറങ്ങിയാൽ മതി. മതി, അത് നല്ലോണം ആവണ്ടേ ആദ്യം. അപ്പൊ അല്ലാത്ത കേസിലാണ് ഞാൻ പറയുന്നത്, ഒരു ശരാശരി ആൾക്ക് ഒരു 7 മണിക്കൂർ, 6 to 7 hours ഉറക്കം നിങ്ങളുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ചിലപ്പോൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ സമയത്ത് കുറച്ച് നമ്മൾ നല്ല ചിന്തകൾ കോൺഷ്യസ്ലി കൊണ്ടുവന്ന് കുറച്ചൊരു നല്ല അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് സെൽഫിനെ എന്ന് നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് ഒരു സെൽഫിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അറിഞ്ഞോ അറിയാണ്ടോ ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം മനസ്സ് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് അല്ലെ, ആ ദേഷ്യം തോന്നിയതിന് അവർ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സോറി, ഒരു ഫൊർഗീവ്നെസ് ചോദിച്ചുകൊണ്ട്, ഇനി ആരെങ്കിലും ഇങ്ങനെ സ്ട്രെസ് ഔട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഫൊർഗീവ്നെസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് എ ഫെയിലിയർ. നിങ്ങളുടെ ഫെയിലിയർ അല്ല, ഈ ഭാരം താഴെ വെക്കുന്നതിന് തുല്യ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്ന് മനുഷ്യന്മാർക്ക് പല തരത്തിലുള്ള ബിഹേവിയറാ. അപ്പൊ അവിടെ നമുക്ക് അവര് ചെയ്യുന്ന ബിഹേവിയറിന് നമ്മൾ ഹേർട്ട് ആവേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഹേർട്ട് ആവേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പൊ ആ ഒരു 7 മണിക്കൂർ ഉറക്കത്തിന് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് റിയലൈസ് ചെയ്യുക, ഇവിടെ ഞാനാണ് തകരുന്നത്. ഐ ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ടുണ്ട്. ഓരോ കാര്യത്തിലല്ല, എൻ്റെ കാര്യത്തിൽ. അപ്പൊ എനിക്ക് ഒരു ഇത്ര സമയം ഉറക്കം കിട്ടണം, എനിക്ക് റിലാക്സ് ആവണം, എൻ്റെ ബോഡിയിൽ ഹീലിംഗ് നടക്കണം. അപ്പൊ അതിന് ഞാൻ ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണമെങ്കിൽ ഞാൻ എന്തൊക്കെ മാറ്റി വെക്കണം, ആ ഒരു ചിന്തയിലേക്ക് പോവാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ആരെങ്കിലും റെസിപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ഡെയിലി, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് പറയണേ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. രണ്ടാമത്തത്, ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ ശ്വസനം അല്ലെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് എല്ലാവരും പറയാം, പക്ഷെ ബ്രീത്തിങ് ഒരു എക്സസൈസേ അല്ല. നമ്മൾ അങ്ങനെ പറയാം, ബ്രീത്തിങ് എക്സസൈസ് എന്നാ പറയാം. ആ ബ്രീത്തിന്റെ ആ പ്രോസസ്സിങ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചിലപ്പോൾ ബോക്സ് ബ്രീത്തിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു 5 സെക്കൻഡ് എടുത്തിട്ട് മൂക്കിലൂടെ എടുത്തിട്ട് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു 5 സെക്കൻഡ് നമ്മൾ വായിലൂടെ പുറത്തേക്ക് വിടുക എന്നുള്ളത് അല്ലേ. പുറത്തേക്ക് പോകുന്നത് എപ്പോഴും ഉപയോഗശൂന്യമായിട്ടുള്ള സാധന, നമുക്കൊരു ഉപയോഗം ഉള്ളതല്ല. നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഒരു തരത്തിലും ഉപകാരമില്ലാത്ത സംഗതിയാണ്, പക്ഷെ അകത്തേക്ക് എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇതെന്റെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ളത് ഞാൻ ഒന്ന് ഡീപ്പായിട്ട് അങ്ങ് കയറി ചെല്ലട്ടെ എല്ലായിടത്തേക്കും എന്നുള്ളൊരു അവയർനെസ്സിൽ നിങ്ങൾ എടുക്കുമ്പോൾ അത് വെറുതെ ബോക്സ് ബ്രീത്തിങ് ഇതിലല്ല. ഇത് നല്ല സാധനമാണെങ്കിൽ ഞാൻ കുറച്ച് അധികം എടുക്കട്ടെ, ഇതെനിക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ, വേറെ ചെലവൊന്നും ഇല്ലല്ലോ. ഇത് എന്തിനാ ഇനിയിപ്പോ 5 സെക്കൻഡ് ആദ്യം എടുത്ത് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തെന്ന് ആരെങ്കിലും നിങ്ങളോട് വന്ന് ചോദിക്കുമോ? ആരെങ്കിലും വന്ന് നിങ്ങളോട് ചോദിക്കും ഈ എന്തിനാ ഇത്ര അധികം ബ്രീത്ത് എടുത്തെന്ന് ചോദിക്കോ? ഈ എന്തിനാ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തത് ആരെങ്കിലും ചോദിക്കോ? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒന്നേ വരെ? ഇല്ലില്ല. ഇല്ലല്ലേ. ഞാൻ വിചാരിച്ചു അങ്ങനെ ചോദിക്കുന്നോണ്ടാണ് നമ്മൾ പല ആളുകളും അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യാത്തതെന്ന്. ബ്രീത്തിങ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ എക്സസൈസ്, ഇറ്റ് ഈസ് ദ റിമെമ്പറൻസ് ആൻഡ് കണക്ഷൻ ഓഫ് ഡിവിനിറ്റി ഇൻസൈഡ് യു. നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റിയിലുള്ള റിമെമ്പറൻസിലാവലാണ്, ആ കണക്ഷനിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ഭംഗിയായിട്ടാണ് ഒരു നാച്ചുറൽ ഹീലിംഗ് ക്ലെൻസിങ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ നമ്മുടെ പടച്ചോൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത്, വിതൗട്ട് എനി എക്സ്പെൻസ്, വിതൗട്ട് എനി കോസ്റ്റ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ. നിങ്ങൾ അതിന് ഞാനൊന്ന് പോയി കുറച്ച് ശ്വസിച്ചിട്ട് വരാം, ഒരു 5 മിനിറ്റ് പോയി ശ്വസിച്ചിട്ട് വരാം എന്നാരോ പറയുന്നത് കേട്ടിക്കോ? നിങ്ങള് കേട്ടിക്കോ?
ഇല്ല. ഇത് ശ്വാസത്തിന് തടസ്സം വന്നത്, ഇത് പ്രശ്നങ്ങൾ വന്ന് അസുഖം വന്നിട്ട് ഈ പിന്നെ എന്താ പറയാ ആ അവസ്ഥയിൽ എത്തുമ്പോ നമുക്ക് ചിലപ്പോൾ ഓക്സിജൻ ഒക്കെ വേണ്ടി വരും, സിലിണ്ടർ ഒക്കെ വേണ്ടി വരും, അല്ലേ? അല്ലാത്ത അവസ്ഥയിൽ ഇവിടെ എന്താ നടക്കുന്നത്? നാച്ചുറലി നിങ്ങൾക്ക് വേണ്ട ലൈറ്റ്, ദറ്റ് എനർജി, ദറ്റ് ലവ്, ദറ്റ് ലൈറ്റ് ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കേറുക. എന്നിട്ട് ആ ഉള്ളിലുള്ളതിൽ നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത സാധനത്തിനെ എടുത്ത് പുറത്തേക്ക് കളയാ. ഇതാരാ ചെയ്യുന്നത്? ഇതിൽ നിങ്ങൾ 5 മിനിറ്റ് ബ്രീത്തിനൊന്ന് ഫോക്കസ് ചെയ്തൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. മാം സമയം കിട്ടുന്നില്ല, തീരെ സമയം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ റിമെമ്പറൻസിലോ ദാറ്റ് കണക്ഷനോ ബിൽഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല. എന്നിട്ടും അത് നടക്കുന്നുണ്ട്, നമുക്ക് നന്ദിയില്ലെങ്കിലും, ഇല്ലേ? ഇത് നടത്തി തരുന്നുണ്ട് ആരോന്ന്. അതെ അതെ നാച്ചുറൽ തീർച്ചയായും. ക്ലെൻസിങ് സിസ്റ്റം. അതിനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ നന്ദികേട് പോകുന്നത് എന്നുള്ള നിങ്ങൾ ആലോചിക്കണം. നിങ്ങളിപ്പോ ആരെങ്കിലും റിമെമ്പർ ചെയ്യേണ്ടതിനെ റിമെമ്പർ ചെയ്തോ? നിങ്ങൾക്കിപ്പോ എന്തോ ഓർമ്മ വരുന്നുണ്ട്, ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒരാൾ ഇവിടെ അൽഹംദുലില്ലാ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു ദിവസം ഒരു 10 മിനിറ്റ് ആ ഒരു റിമെമ്പറൻസിൽ വെറുതെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് റസിനമ്മൻ പറഞ്ഞിട്ടുണ്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ. ആ അവയർനെസ് അല്ല, അല്ലേ? ഇവിടെ ഒരു നാച്ചുറൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ബോഡിക്ക്, അല്ലെങ്കിൽ കാരണം നമ്മുടെ ഉള്ളില് നമ്മൾ എന്തോന്ന് ആരോന്ന് ഊതി എന്ന് പറയൂലേ, 4-ാം മാസത്തിൽ ഊതി തന്നു എന്ന് പറയുന്നില്ലേ? 4-ാം മാസത്തില് ആ ഊതിയതിന്റെ നിലനിൽപ്പാണ്, അതിന്റെ ആ കണക്ഷൻ കോഡാണ് അത്. ശ്വാസം എന്ന് പറയുന്നത് ഒരു കോഡാ. അതിനെ ആ ശ്വാസത്തിന് എങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്, ഇത് എവിടുന്നാ തിരിച്ചു വരുന്നത്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സിസ്റ്റവും നിങ്ങളുടെ മൈൻഡൊക്കെ താനേ അത് കണ്ടിന്യൂസ്ലി ആയിട്ട് ഒരു 2 ദിവസം 3 ദിവസം ഒന്നല്ല, കോൺസ്റ്റന്റ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അതോ രണ്ടാമത്തത്? ഒന്നാമത്തെ എന്തായിരുന്നു റസിത്ത? റസിത്ത പോയോ? ഇപ്പം ശരിയൊക്കെ കറക്റ്റ് 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക. ഉറങ്ങാൻ നോക്കുക. രണ്ടാമത്തെ നമ്മൾ ഈ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. ഒരു 20 മിനിറ്റ് നടന്നോടെ നിങ്ങൾക്ക്. 20 മിനിറ്റ് 24 മണിക്കൂർ നടത്താം, അല്ലേ? സത്യല്ലേ? 20 മിനിറ്റ് ഒന്നല്ല മാം, 24 മണിക്കൂർ നടത്താൻ തന്നെയാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല, ഞാനിങ്ങനെ നടക്കുക. എന്നിട്ടാ മാം ഇപ്പൊ ഇവിടെ 20 മിനിറ്റ് നടക്കാൻ പറയുന്നു. പിന്നെ പുച്ചിക്കേര് നിങ്ങൾക്ക് സ്ട്രെസ് ആവും. അപ്പൊ ഈ 20 മിനിറ്റ് നടക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ അല്ലെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ആ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാല് നിലത്ത് സ്പർശിക്കുന്നതൊക്കെ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയും. ഗ്രൗണ്ട്, നമ്മുടെ കാല് നമ്മുടെ ഹീലിങ്ങിനൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നമ്മുടെ കാല് ആ സ്പർശനം നിലത്ത് ടച്ച് ചെയ്യുന്നത് നമ്മൾ ഫീൽ ചെയ്യാം. ഒന്നും അറിയുന്നില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കാലേടാ ഭൂമിയിലാണോ എന്ന് ഓർമ്മയില്ല, കയ്യേടാ ഇവിടെ ആണോ എന്നും അറിയുന്നില്ല, എന്തോ ഒരു സിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ല ഇത്. നിങ്ങൾ ആ ഒരു 20 മിനിറ്റ് മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങളെ സ്ട്രെസ് മാനേജ്മെന്റിനുള്ള ഒരു സംഭവമായിട്ടോ ഈ പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് നടക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ 4-ാമത്തെ സാധനം ഉണ്ടല്ലോ, കോൺഷ്യസ്ലി നിങ്ങൾക്ക് അങ്ങനെ എഫേർട്ട്ലെസ്ലി വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടി നിങ്ങളൊരു ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ റെഫറൻസ് വേണം. അൽഹംദുലില്ലാ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ബ്രെയിനിന് ഒരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പാകമാകുന്നത് വരെ. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്കൊരു കണക്ഷൻ, നമ്മളിൽ പോസിറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എപ്പോഴും നമ്മൾ അലേർട്ട് ആവുന്ന എന്തിനാ? ഞാൻ സേഫ് അല്ലാന്ന ഫീലിംഗ് വരുമ്പോഴാണ് ഞാൻ എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നത്, സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ് ആകുന്നതും എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്നതും ഷൗട്ട് ചെയ്യുന്നതും. അങ്ങനെ എന്തൊക്കെയോ ചെയ്തോ സമാധാനമായി, 2 വർത്താനം വന്നപ്പോൾ സമാധാനമായി, അല്ലേ?
ഈ സമാധാനം പൊട്ടിക്കാണ്ട് ഷൗട്ട് ചെയ്യാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു മരുന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി നാലാമത്തത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട മെന്റൽ ക്ലെൻസിങ് ആണ്. ഡീടോക്സ് എന്ന് പറയാം. ഡീടോക്സ് ചെയ്യാം. അത് നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അതൊരു ലോങ് ജേണിയാണ്, ഒരു ലോങ് പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ബിലീഫ് സിസ്റ്റങ്ങളെ, നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്ത് പോയിട്ടുള്ള പല വിശ്വാസങ്ങളെ, അത് പാറ്റേൺ ആയിട്ട് രൂപപ്പെട്ടതിനെ, നമുക്കുണ്ടായ ഹേർട്ടിനെ, നമുക്കുണ്ടായിട്ടുള്ള അബ്യൂസ് പോലെയുള്ള എക്സ്പീരിയൻസിനെ, അതിൽ നിന്ന് നമുക്കുണ്ടായ ട്രോമാസിനെ, അതിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള പെയിനിനെ, അതെപ്പോഴും ഓർക്കുമ്പോഴുള്ള വേദന, ട്രിഗറിങ് ഇല്ലേ, ട്രിഗറിങ് എവിടെയോ ബോഡിയിൽ ഇങ്ങനെ കൊളുത്തി പിടിക്കുക, അതിനെ നമ്മൾ ഡീടോക്സ് ചെയ്യാം, ക്ലെൻസ് ചെയ്യാം. അപ്പൊ അത് എനിക്കിപ്പോ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഇപ്പൊ ഒരു സെഷൻ കൊണ്ട് നമ്മളൊക്കെ 90 days എടുത്ത് ചെയ്യുന്ന സംഗതിയായി ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു സെഷനിൽ വെച്ച് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ എത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോ അതിനുള്ള എന്തെങ്കിലും അല്ലെ, നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ്സ് ഒക്കെ അറിയെങ്കിൽ നമുക്ക് എഴുതി റിലീസ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എഴുതിയിട്ട് കത്തിച്ച് കളയാം. അതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ എന്തൊക്കെയാണ് റസിയത്ത് നമ്മൾ ചെയ്യേണ്ടത്? ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഫസ്റ്റ് വൺ 7 മണിക്കൂർ നന്നായി ഉറങ്ങാൻ നോക്കുക. പിന്നെ സെക്കൻഡ്, മോർണിംഗ് ആൻഡ് ഈവനിങ് ഡീപ് ബ്രീത്തിങ്, ശ്വാസത്തിൽ ശ്രദ്ധിച്ച്. ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യണം 10 മിനിറ്റ് എങ്കിലും. പിന്നെ തേർഡ്, പ്രകൃതിയെ ആസ്വദിച്ചിട്ട് ഒരു ഗ്രൗണ്ട് ടെക്നിക്ക് 20 മിനിറ്റ് നടക്കുക. പിന്നെ ഫോർത്ത് പോയിന്റ്, എവരിഡേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. പിന്നെ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് എനിക്കത് എഴുതാൻ പറ്റിയിട്ടില്ല. ഓരോരോ ടെക്നിക്കുകൾ നമ്മൾ ചെയ്തിട്ട്. അതെ, അത് ഹീലിംഗ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്തതിനെ, മറക്കാൻ കഴിയാത്തതിനെ, ഓർക്കുമ്പോൾ വേദനിപ്പിക്കുന്ന ആ സംഗതികൾ നമ്മൾ ഹീൽ ചെയ്യണം. ഹീൽ ചെയ്ത് കളയാം. പിന്നെ ഇത് 5ാമത്തെ ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ 4 എണ്ണങ്ങൾ ചെയ്യുക. ഗ്രാജുവലി നിങ്ങളിൽ എന്താ പറയും, കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? കാരണം എന്താണെന്ന് അറിയാം, നമ്മളെ മനസ്സ് കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുന്നത്, നമ്മളെ മനസ്സ് നമ്മൾ വിശ്വസിക്കും. നമ്മളെ മനസ്സ് ഈ ദിവസവും വിശ്വസിക്കും. നമ്മളെന്നും ഈ ആക്സിഡന്റിന്റെ കഥ ഇങ്ങനെ കേൾക്കുന്ന ആളുകൾക്കായിരിക്കും പിന്നെ പുറത്തേക്ക് വണ്ടി ഇറക്കാൻ പേടി, അങ്ങനത്തെ സംഗതി, എനിക്ക് എന്തോ പറ്റുമോ എന്നുള്ള പേടി. ഇപ്പൊ കണ്ടിന്യൂസ്ലി നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോയവരാ നമ്മൾ പലരും. പണ്ടെപ്പോഴോ ആരോ പറഞ്ഞാ നിന്നെ കാണാൻ കൊള്ളൂല, അല്ലെ നിനക്ക് ഇതിനൊന്നും കഴിയൂല, അല്ലെ നീ ചെയ്താൽ ശരിയാവൂല എന്ന് ആരോ പറഞ്ഞിട്ട് നിരന്തരം പറഞ്ഞു കേട്ട് വിശ്വസിച്ച് പോയ മക്കളാ നമ്മളൊക്കെ, അല്ലേ? അത് ശരിയായതുകൊണ്ടല്ല, അതാ മനസ്സ് നിരന്തരം കേൾക്കുന്ന വിശ്വസിക്കും. ആ വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ അങ്ങനെ അത് കേട്ട് കേട്ട് നമ്മൾ അങ്ങനെ ആയി പോയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എടുത്ത് കളയാന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, വേറൊരു കാര്യം, അതിനു വേണ്ടിയാ നമ്മൾ എന്താ പറയാ, ഡെയിലി അഫർമേഷൻസ് ഒക്കെ. അപ്പൊ നമുക്ക് ഇത് നിങ്ങൾ പറയാ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ സമയമല്ല. അങ്ങനെ സമയമില്ലാത്തവര് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ സിറ്റിങ്ങോ, പേഴ്സണൽ സിറ്റിങ്ങോ, അങ്ങനെ ഒരു കൗൺസിലിങ്ങോ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ യു ക്യാൻ കണക്ട് മീ. അപ്പൊ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ, ഇവിടെ പറഞ്ഞ പ്രാക്ടീസസ് ഉണ്ട്, പിന്നെ അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആരുടെ ഹെൽപ്പാണോ നിങ്ങൾക്ക് തേടാൻ പറ്റുക, ആരോടാണോ നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ പറ്റുക, അവരിലേക്കൊന്ന് ജസ്റ്റ്, അല്ലേ, ആ ഒരു സഹായം. ചിലപ്പോൾ അതിന് നമുക്ക് എന്താ പറയാ, കുറച്ച് പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രം പോരാ കേട്ടോ. പേയ്മെന്റ് കൊണ്ടെല്ലാം റെഡി ആവില്ല. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അവരുടെ മുന്നിൽ നമ്മൾ കുറച്ച് സറണ്ടേഡ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമുക്ക് തന്നെ നമ്മൾ ആ മാറ്റം വരാൻ വേണ്ടിയിട്ടാണല്ലോ. അതിനെന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്യട്ടെ. ഗ്രൂപ്പിലില്ലാതെ ഫസ്റ്റ് ടൈം സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷനൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയതാണ്. ഫസ്റ്റിന്, അതായത് 1-ാം തീയതി, August 1, 2026 ഒരു 5 മാസമേ ഉള്ളൂ. 5 മാസം കൊണ്ട് 2027 കടക്കുമ്പോൾ എല്ലാ വർഷവും ആദ്യം നമ്മൾ പോയിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്യും. നിങ്ങളെ ഗോള് 2027 ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റായിട്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ ഡെയിലി അഫർമേഷന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതിങ്ങനെ നല്ല, നിങ്ങൾ എന്താണോ നിരന്തരം കേൾക്കുന്നത് അത് നമ്മുടെ മൈൻഡ് വിശ്വസിക്കുന്നതാണ്.
അപ്പൊ അഫർമേഷൻസ് പറഞ്ഞ് ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഹീലിംഗ് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് ആ ഒരു സമാധാനം ഉണ്ടല്ലോ, ആ പീസ്, ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഫീലിംഗിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു നദി, ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു പുഴ ഇങ്ങനെ ഒഴുകാന്ന് പറഞ്ഞാല് ആ പുഴ ഒരിക്കലും വഴിയിലുള്ള കല്ലുകളെ മുഴുവൻ ചുമന്നോണ്ട് പോകുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുഴ ഒഴുകുമ്പോ വഴിയിലുള്ള കല്ലുകളെ മുഴുവൻ ചുമന്നാണോ പോകുന്നത്? അല്ലെ പാറക്കെട്ട് അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പാറക്കെട്ട് അത്രയും വലുതാണെങ്കിലും ഈ ഒഴുകി ഒഴുകി വരുന്നതിനനുസരിച്ച് ചിലപ്പോ എന്താ പറയാ, അതിന്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ സ്പ്ലിറ്റ് ആയിട്ട് പുഴ പോകും. പുഴ ഒരിക്കലും ഈ ഉണ്ടല്ലേ, എന്നാ പിന്നെ ഈ മാറിയിട്ടേ ഞാൻ മാറും, ഞാൻ പോകണുള്ളൂ, ഞാൻ പോണില്ല മുന്നോട്ട്, എനിക്ക് സൗകര്യമല്ല, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് സൗകര്യമല്ല, ഞാൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇല്ലാണ്ടായിക്കോട്ടെ, നാളേക്ക് കുഴപ്പമില്ല. കാരണം അവർക്ക് ആ പ്രതികാരമാണ് വലുത്, ഞാനല്ല. ആ ദേഷ്യ വലുത്, അത് ജയിക്കണം. ഞാനിവിടെ തോറ്റാലും കുഴപ്പമില്ല. തോറ്റ് 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 ഒരു സ്പേസിൽ എത്തുമ്പോഴാണ് എന്താ പറഞ്ഞേ, അല്ലേ? അപ്പൊ ഒരു നദി ഒഴുകാന്ന് പറയുന്നത് അതൊരിക്കലും തന്റെ വഴിയിലുള്ള കല്ലുകളെ മുഴുവൻ പെറുക്കിക്കൊണ്ട് പോവുകയോ ആ കല്ലുകൾ ഉള്ളത് കൊണ്ട് ഒഴുകാതിരിക്കുകയോ ചെയ്യുന്നില്ല, അതിനെ മറികടക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരിക്കലും സ്ട്രെസ് ഫ്രീ ലൈഫ് എന്ന് പറഞ്ഞാല് സ്ട്രെസ്സിനെ മൊത്തം മാറ്റിയിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ട്രാഫിക് ഇല്ലാത്ത ഒരു വണ്ടി പോലും ഇല്ലാത്ത റോഡിൽ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ത്രില്ലുണ്ടോ? വണ്ടി മുഴുവൻ പോട്ടെ എന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞാല് അതിലെന്താ ഉള്ളത്? അപ്പൊ അയാൾക്കത് ത്രില്ലായി മാറുന്നത്, ആസ്വാദനമായിട്ട് മാറുന്നത് ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ വെട്ടിച്ച് സഡൻ ബ്രേക്ക് ഇട്ട് ഓവർടേക്ക് ചെയ്ത് കാമായിട്ട് ചില ഇൻഡിക്കേറ്റർ കൊടുത്ത് റെഗുലേറ്റ് ചെയ്തിട്ട് ഓവർടേക്ക് ചെയ്ത്, അല്ലേ, കുറച്ചൊന്ന് പോസ് ചെയ്ത് ബ്രേക്ക് കൊടുക്കേണ്ടതിൽ ബ്രേക്ക് കൊടുത്ത് ആക്സിലേറ്റർ കൊടുക്കേണ്ടതിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് തിരക്കുള്ളവരെ കടത്തി വിട്ടിട്ട്, ആംബുലൻസാ വരുന്നെങ്കിൽ അതിനെ കടത്തി വിടുന്ന സൈഡിലേക്ക് ഒതുക്കി കൊടുത്തിട്ട്, ഇതിനേക്കാൾ നല്ല എക്സാമ്പിളിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ ഒരു പ്രീ സെഷനിൽ? അപ്പോഴാ അയാൾ എക്സ്പേർട്ട് ഡ്രൈവർ ആകുന്നത്. അല്ല, ഞാൻ നല്ല എക്സ്പേർട്ട് ആരും ഇല്ലെങ്കിൽ വണ്ടി ഞാൻ അടിപൊളിയായിട്ട് ഓടിക്കും റോഡിൽ കൂടി. ഓടിക്കാൻ പറ്റുന്നില്ല മാം. ഇടയ്ക്ക് ആംബുലൻസ് വന്ന് ഹോൺ അടിക്കുന്നുണ്ട്, പിന്നെ പുറകെ വരുന്ന വണ്ടി ഒക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. എനിക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ മുമ്പിലുള്ള വണ്ടിക്കാരൻ എങ്ങനെ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. എന്താ പറയാ, അയാളെ ഹോണടി കാരണം എനിക്കൊരു ഫോക്കസ് കിട്ടുന്നില്ല. ഈ പെട്ടെന്നാണ് ഇവിടെ എന്ത് വരുന്നുണ്ട്, ട്രാഫിക് സിഗ്നൽ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് സിഗ്നൽ വരും, പിന്നെ ഞാനത് ഇങ്ങനെ കാത്തിരിക്കണം. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തേലും നടക്കുമോ? നല്ലൊരു ഡ്രൈവർ എന്നാ അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നില്ല എന്നാണോ പറയാ? വീട്ടില് ഞാൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാ, ഹോസ്പിറ്റലിൽ ഒരു 10 കിലോമീറ്റർ പോയാണ്ട്, പക്ഷെ റോഡിൽ കട്ടറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഗട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഈ മഴ കാരണം അതുണ്ട് ഇതുണ്ട്, ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ആംബുലൻസ് വരും, അപ്പോഴേക്ക് സൈഡാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നിട്ട് ഈഗോനെ ഹേർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ ഞാൻ ഓടിക്കുമ്പോൾ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഓടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ എന്താ ചെയ്യേണ്ടി നിങ്ങൾ പറയുന്നാല്? എന്താ ചെയ്യേണ്ടി, ഞാൻ എന്താ ചെയ്യേണ്ടി? പിന്നെ ഞാൻ അവിടെ ഈ സാധനം ഓടിച്ചു കൊണ്ടോണ്ടേ മക്കളെ, ഈ ജന്മം നമുക്ക് കിട്ടിപ്പോയില്ലേ, ഈ ലൈഫ് നമുക്ക് കിട്ടിപ്പോയില്ലേ, ഇത് ഓടിച്ചു കൊണ്ടോണ്ടേ, എങ്ങനെങ്കിലൊക്കെ ഓടിച്ച് തള്ളി 4 ആളെ കൊണ്ട് തള്ളിച്ചു കൊണ്ടുപോകുന്നതാണോ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നതാണോ നല്ലത്? നമ്മള് സ്വയം ചെയ്യുന്നത്. ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് കേട്ടോ, നിങ്ങൾ ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ വന്നോളി, അവിടെ കോണ്ടാക്ട് നമ്പറും ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആർക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടോ? കട്ടറുള്ള റോഡാണെങ്കിലും നേരത്തെ ആ പുഴ ഒഴുകുന്ന പോലെ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരുപാട് സംഗതികൾ ഉണ്ടെങ്കിലും അതിലൂടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകണം. അത് മറ്റോനെ തട്ടിയിട്ടിട്ടല്ല, പുറകില് ധൃതി പിടിച്ചിട്ട് ആ 2 ലൈറ്റ് ഇട്ട് വരുന്ന വണ്ടീനെ പോവാൻ സമ്മതിക്കാണ്ടല്ല.
സഡൻ ബ്രേക്ക് ഇട്ട് മുന്നിലുള്ളവന്റെ പുറകെ പോയി ഇടിച്ചിട്ടല്ല. ആരൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഞാനിവിടെ ഒരിക്കലും ആ സ്ട്രെസ് ഇല്ലാത്ത ജീവിത, നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല നിങ്ങൾ വരിയെന്നല്ല പറയാ. പക്ഷെ നിങ്ങൾക്ക് ഈ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ ഈ ഇതുപോലെ ഓടിച്ചു പോവാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഞാനൊരു ചലഞ്ചും കൂടെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് തരാം. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി. ഒരു കംപ്ലൈന്റ് പറയാത്ത, കമ്പാരിസൺ ചെയ്യാത്ത, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഒരു 7 ദിവസം, 7 ഡേയ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി അതല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ആവാം. ഗ്രൂപ്പ് ഉണ്ട്, എന്താ പറയാ, കോണ്ടാക്ട് നമ്പർ ഉണ്ട്, പേഴ്സണൽ സെഷൻസ് ഉണ്ട്, പേഴ്സണൽ മെന്ററിംഗ് ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പിലേക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പേഴ്സണൽ മെന്ററിംഗ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി അതൊക്കെ അവിടെ കട്ടെ, നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? ആരെങ്കിലും ഒന്ന് രണ്ട് പേരൊരു എക്സ്പീരിയൻസോ അഭിപ്രായങ്ങളോ ഷെയർ ചെയ്യാൻ പറ്റുമോ? ജനുവിൻ ഓക്കെ ആയിട്ട് മാം. പറയൂ. നല്ല നിങ്ങൾക്ക് നല്ല ക്ലാസ് ആയിരുന്നു. നല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞു. താങ്ക് യു മാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സിനിമ പറഞ്ഞ 3 കാര്യം മൊത്തത്തിൽ 4 ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീപ് ബ്രീത്തിങ്ങിന്റെ കാര്യം. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അൽഹംദുലില്ലാ. ഞാൻ കഴിഞ്ഞ മാസം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ സ്ട്രെസ് മുഴുവൻ വെച്ച് രോഗിയാ പറഞ്ഞു, നിങ്ങൾ നന്നായി ഒന്ന് ബ്രീത്ത് ചെയ്യുമ്പോ എന്ന് പറഞ്ഞിട്ട് നല്ല അതെ, റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ അങ്ങനെ പോട്ടെ. നമ്മൾ കാണണമെന്നില്ല. പോയാ എന്താ പോയത്, എടാ പോയത്, അത് നോക്കാനെന്താ പാടൊക്കെ ചെയ്യാ. ഡീപ് ബ്രീത്ത്. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യം, നന്നായി ഉറങ്ങിക്കഴിഞ്ഞാല് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ മാറാൻ പറ്റും എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡോക്ടറിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. പ്രകൃതിയെ ആസ്വദിച്ച് നടക്കുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ അൽഹംദുലില്ലാ അത് കുറെ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല ആശ്വാസമുണ്ട്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ഷോണിമ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ളൊരു എക്സ്പീരിയൻസ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് വേണമെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം.